ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ കരുണ നിറഞ്ഞ വിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഷഹബാൻ മാസം. റജബിലും റമളാനിലും ഇടയിൽ വന്ന അമൂല്യമായ ഒരു മാസമാണ് ഷഹബാൻ മാസം. മുത്തുനബിയുടെ മാസം എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായ അമലുകൾ ചെയ്ത പ്രത്യേകമായ മാസമാണ് ഷഹബാൻ മാസം. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഈ മാസത്തിൽ ഈ ദുആ എപ്പോഴും നമ്മുടെ മാവിൽ കരുതിയിരിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ ഷഹബാൻ വവല്ലഇനാ റമളാൻ. യാ അല്ലാഹ്, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. ഞങ്ങളെ റമളാനിലേക്ക് സുഖമായും ഈമാനോടെയും എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ എന്ന് എപ്പോഴും നമ്മുടെ നമസ്കാരങ്ങളിൽ എപ്പോഴും ചൊല്ലുക ഇൻഷാ അല്ലാഹ്. ഷഹബാൻ മാസം നമ്മെ റമളാനിലേക്ക് തയ്യാറാക്കുന്ന മാസമാണ്. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും നല്ലപോലെ വൃത്തിയാക്കി റമളാനിലേക്ക് നമ്മൾക്ക് പോകാനുള്ള രീതിയിലുള്ള എല്ലാം വൃത്തിയായി ശുദ്ധീകരിക്കണം. അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായി ഓതുക. അള്ളാഹു അനേകം പാപങ്ങൾ പുറത്തു തരുന്നവനുമാണ്. നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നത് കൂടാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുന്നതുമാണ്. ഈ ഷഹബാൻ മാസത്തിൽ പ്രത്യേകമായി ഓതേണ്ടുന്ന സൂറത്തുകളാണ് സൂറത്തുൽ ദുഹാൻ, സൂറത്തുൽ മുൽക്ക് ഇവ ഓതണം. ഇനിയുള്ള ദിനങ്ങൾ ഷഹബാൻ മാസത്തിൽ ഇതുപോലെ ഈ ഖുർആൻ ഓതി നോക്കൂ. നിങ്ങളുടെ സകല ഉദ്ദേശങ്ങളും പൂർത്തിയാകും. ദുആയ്ക്ക് ഉത്തരം കിട്ടും. സന്തോഷ ജീവിതത്തിൽ കളിയാടും. അത്ഭുതങ്ങൾ സംഭവിക്കും. എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത് അതെല്ലാം സഫലമാകും. ഇതുപോലെ ഒന്ന് ചെയ്തു റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കും. അത്ര പുണ്യമാക്കപ്പെട്ട മാസമാണ് ഷഹബാൻ മാസം. നിങ്ങൾ എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതുക. 41 പ്രാവശ്യം ഓതിയിട്ട് സൂറത്തുൽ ദുഹാൻ 1 പ്രാവശ്യം, സൂറത്തുൽ മുൽക്ക് 1 പ്രാവശ്യം ഇങ്ങനെ ഓതി ഹൈറായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാ മുസീബത്തുകളിൽ നിന്നും കാവലിന് വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതുപോലെ ഇനിയുള്ള ദിനങ്ങളിൽ ചെയ്യുക. നിങ്ങളുടെ ഉദ്ദേശങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഇങ്ങനെ ഓതിയതിനു ശേഷം ദുആ ചെയ്ത് അപേക്ഷിക്കുക. അള്ളാഹു തീർച്ചയായും അത് സഫലമാക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഷഹബാൻ മാസം വെറും ഒരു മാസം മാത്രമല്ല, ഇത് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന മാസവുമാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസവുമാണ്. യാ അല്ലാഹ്, ഈ ഷഹബാൻ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ അമലുകൾ പോലും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ നീ കാണുന്നവനാണല്ലോ. ഞങ്ങളുടെ വേദനയും ആഗ്രഹവും നീ അറിയുന്നവനാണല്ലോ. യാ അല്ലാഹ്, ഈ ദുആ കേൾക്കുന്ന എല്ലാവർക്കും ആരോഗ്യം നൽകണമേ. മനസ്സിന് സമാധാനം നൽകണമേ. ഈമാൻ ശക്തമാക്കണമേ. ഞങ്ങളെ റമളാനിലേക്ക് മാപ്പ് ലഭിച്ചവരായി എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ.